ആദ്യം കാണുമ്പോൾ നമുക്കൊരു കുറച്ച് റഫ്, പക്ഷെ നമ്മള് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഓക്കെ എന്നാലും ഒട്ടും തന്നെ റൊമാൻറ്റിക് അല്ലാന്ന് ചേട്ടൻ പറഞ്ഞു. അങ്ങനെയൊക്കെ തോന്നി കഴിഞ്ഞിട്ട് അല്ല പക്ഷെ ഇങ്ങനത്തെ റൊമാൻറ്റിക് പടങ്ങളെ കാണുള്ളൂ. അത് എന്നിട്ട് ചോദിച്ചിട്ട് നീ ഇത്ര കണ്ടിട്ട് എന്തുകൊണ്ട് നീ പഠിക്കുന്നില്ല? അതേപോലെ പറഞ്ഞാൽ ഭയങ്കര ടെൻഷനിലാണ് സിനിമയുടെ മറ്റേത്. അതുകൊണ്ട് എനിക്ക് ഈ ടെൻഷനിൽ മൂത്ത് ഇങ്ങനെ നിൽക്കുന്ന സാൻഡ്ര തോമസിനെ മെൽറ്റ് ചെയ്യാൻ ചേട്ടൻ ചെയ്യുന്ന നമ്പേഴ്സ് എന്തൊക്കെയാ? അങ്ങനെ ഒരു നമ്പർ ഇറക്കാറില്ല. ഞാനങ്ങനെ വലിയ റൊമാൻറ്റിക് അല്ല. അതാണ്. പക്ഷെ ഞങ്ങള് തമ്മിലുള്ളൊരു ജല്ലെന്ന് പറയുന്നത് ഞങ്ങള് രണ്ടുപേർക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. രണ്ടുപേരും അങ്ങനെ ഒരു കാര്യങ്ങളും പ്ലാൻഡ്, ഒരു കാര്യത്തിലും ഒന്നും പ്രീ പ്ലാൻഡ് അല്ല. എല്ലാം ആ മൊമെന്റ്, നമ്മൾ ആ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുന്നവരാ ഞങ്ങൾ രണ്ടുപേരും. ഇപ്പൊ ഞങ്ങളുടെ പിള്ളേരും അങ്ങനെയായി. അപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ എന്റെ വീട്ടിലാണേലും അച്ഛന്റെ വീട്ടിലാണേലും ഏറ്റവും കൂടുതൽ വഴക്ക് കേൾക്കുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കുവാ. പിന്നെ ഇവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല, ഇവരിങ്ങനെ നടക്കലാണ്. ഇങ്ങനത്തെ ചീത്തവിളിയും ബഹളമാണ് എപ്പോഴും. എത്ര 6 വർഷം കേട്ടിട്ടൊന്നും നന്നായില്ല. ഞങ്ങൾ നന്നാവില്ല എന്നുള്ളത് ഞങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. എന്നുവെച്ചാൽ ഇപ്പൊ അവർക്കും മനസ്സിലായി. കാര്യം ഞങ്ങളുടെ ലൈഫ് കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കാണിച്ചു കൊടുക്കാനല്ലേ പറ്റുള്ളൂ. ഇങ്ങനെ വേണം ജീവിക്കാൻ എന്നുള്ളത്. അല്ല നമ്മൾ കൂട്ടി സേവ് ചെയ്ത് വെച്ച് പിന്നീട് ഒരിക്കൽ യാത്ര പോവാം, പിന്നീട് ഒരിക്കൽ എന്തെങ്കിലും ചെയ്യാം എന്നും പറഞ്ഞിരുന്ന് കഴിയുമ്പോ അവസാനം വയസ്സായി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടി വരും. അപ്പൊ ശരിക്കും ഉള്ള സമയം ജീവനോ ആരോഗ്യത്തോടെ എൻജോയ് ചെയ്യാം അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ഈ കല്യാണം റിലേറ്റഡ് ആയിട്ട് നമ്മളിപ്പോ കണ്ട കുറച്ചൊരു ഒരു ഇതിലേക്ക് നമുക്ക് പോവാം. അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള 1-2 ചുമ്മാ വളരെ സീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും അല്ല കേട്ടോ. കല്യാണത്തിന് കിട്ടിയ ഏറ്റവും വില കൂടിയ ഗിഫ്റ്റ് എന്താ? ഓർമ്മയില്ലേ? അന്ന് ഇപ്പം ഗിഫ്റ്റുകളാണെങ്കിൽ വിജയ് എനിക്കൊരു ബ്രേസ്ലെറ്റ് തന്നായിരുന്നു. അതൊരു നല്ലൊരു റൂബിയുടെ ബ്രേസ്ലെറ്റ് ആയിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു. പിന്നെ എൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും എനിക്ക് ജ്വല്ലറി ഗിഫ്റ്റ് തന്നിരുന്നു. അങ്ങനെ കല്യാണത്തിന് മുമ്പ് നമുക്ക് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നല്ല ഗിഫ്റ്റ് അത് ബെസ്റ്റ്. കല്യാണത്തിന് മുമ്പ് പോട്ടെ, കല്യാണത്തിന് ശേഷം അത് കല്യാണം ജൂലൈ 11-നാണല്ലോ. ഓഗസ്റ്റ് 7-ന് എന്റെ ബർത്ത്ഡേ. അപ്പൊ ഞാൻ വൻ പ്രതീക്ഷയല്ല. കാര്യം എന്റെ കുഞ്ഞിലെ മുതൽ എന്റെ ബർത്ത്ഡേ, ഞാൻ മൂത്ത കുട്ടിയായതുകൊണ്ടായിരിക്കും എന്റെ പപ്പയും മമ്മിയൊക്കെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ ഫ്രൈഡേ ഫിലിം ഹൗസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സിനിമയാവുമ്പോ കൂടുതൽ സെലിബ്രേഷൻ ആണല്ലോ, ഭയങ്കര സെലിബ്രേഷൻസ് ആണ്. പിന്നെ സർപ്രൈസുകളായി, അങ്ങനത്തെ സാധനങ്ങളായി. അപ്പൊ ആ ബഹളത്തിന്റെ ഇടയിൽ നിന്നാണ് ഞാൻ വന്നിട്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ 7th ആവുമ്പോ എനിക്ക് ഭയങ്കര ഒരു ബർത്ത്ഡേ വിഷ് പോലും ഇല്ല. അപ്പൊ ഞാൻ ഇന്ന് എന്റെ ബർത്ത്ഡേ ആ. ഞാൻ പിന്നെ എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങിയിരിക്കും.